ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതുപോലെ 8 വയസ്സിലെ കുട്ടിയുടെ ഒരു ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കൽ എന്നുള്ളത് നോക്കാം കേട്ടോ. ചില പോർഷനെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കാരണം അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു പോർഷനാണ്. നമ്മുടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യൽ, അതുപോലെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യൽ, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു പോർഷനൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി ചെയ്യുന്നത്. ഇതുപോലെ വർക്ക് മെറ്റീരിയലിൻ്റെ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം തിരിച്ചിട്ടിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൊക്കെ സ്റ്റിച്ചിങ് അറിയാലോ. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു പോർഷനൊക്കെ സ്പീഡ് കൂട്ടണം. വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂട്ടണ്ടെന്ന് കരുതി. പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ ഒരു സമാധാനമാണ്. ഇതുപോലെ ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന വർക്ക് മെറ്റീരിയലൊക്കെ അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഇതുപോലെ നല്ല സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് നല്ല സൈഡിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഷോൾഡർ ജോയിൻറ്റ് കാണാത്ത രീതിയിലല്ല കേട്ടോ, തുമ്പ് കാണാത്ത രീതിയിലല്ല, കാണുന്ന രീതിയിലാണ്. നോർമലി നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുക ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫ്രണ്ട് നെക്ക് നമ്മൾ കറക്റ്റായിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര സ്ലോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടും. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലോ, ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നതൊക്കെ. ആ ഒരു ഫ്രണ്ട് നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് നമ്മളെ വർക്ക് മെറ്റീരിയൽ ലൈനിങ്ങും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരേ ലെവലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്ക് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ബാക്ക് കട്ട് ചെയ്തിട്ടല്ല കേട്ടോ, കാരണം ബാക്ക് ഓപ്പൺ ആണല്ലോ, നമുക്ക് സിപ്പോ പുറത്തോ വെക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ്. പക്ഷേ അങ്ങനെ കട്ട് ചെയ്തിട്ടല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഫ്രണ്ട് നെക്ക് എന്താണോ ചെയ്ത് അതേപോലെ തന്നെ ബാക്ക് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നല്ല സൈഡിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം അതിനൊരു മുകൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുൾ പോർഷൻ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അവിടെ സ്റ്റിച്ചിങ് പിടിച്ചിട്ടില്ല കേട്ടോ, ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഓക്കെ. അതിനുശേഷം താഴെ ഭാഗത്ത് വർക്ക് മെറ്റീരിയൽ ലൈനിങ് നമ്മൾ ഒരേ ലെവലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് എല്ലാ ടൈപ്പിലും ചെയ്യണം കേട്ടോ. ലൈനിങ് പിന്നെ ഒരുവിധം ഡ്രസ്സൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, അപ്പോൾ സ്ലിപ്പായി പോവില്ല. അതിനുശേഷം നമ്മൾ സെൻറ്റർ കട്ട് ചെയ്യാതെ ജസ്റ്റ് നമുക്ക് എത്ര ഇഞ്ചാണ്, ഇപ്പോൾ സിബാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, കുളത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ, നമ്മളൊരു അര ഇഞ്ചോളം നമ്മൾ മാറ്റി വെച്ചിട്ടാണല്ലോ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മളിത് അതുപോലെ ഏറ്റവും വലിയ സ്റ്റിച്ചിലുമാണ് കേട്ടോ ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ. ചെറിയ സ്റ്റിച്ചിൽ ഒരിക്കലും ചെയ്തെടുക്കരുത്, പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റണം. ആ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം കാണാമല്ലോ ഇതുപോലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ നെക്കിൻ്റെ വിടുത്ത് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ സൈഡിൽ തുമ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അതല്ലാണ്ട് നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കിൽ തുമ്പ് ഒരുപാട് കൂടുതലായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഷേപ്പൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ സെൻറ്റർ പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടും കട്ട് ചെയ്യാൻ. അതേപോലെ ഫുള്ള് സ്റ്റിച്ചിങ് നമുക്ക് ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ അതാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം മുകളിൽ സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടി തയ്യൽ തുമ്പുണ്ടല്ലോ, അത് നമ്മൾ ബാക്ക് സൈഡിലോട്ട് മാറ്റി കൊടുത്താൽ ബാക്കത്തെ പീസിൽ വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അടുത്തുനിന്ന് നോക്കിക്കോളൂ. തയ്യൽ തുമ്പ് നമ്മൾ ബാക്ക് സൈഡിലോട്ട് വെച്ചിട്ട് ആ ബാക്കിലെ തുണിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ സ്റ്റിച്ച് കാണാൻ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ്, എന്ന് വെച്ചാൽ ആ ഫൂട്ടിൻ്റെ സൈഡ് കണക്കാക്കിയിട്ടാണിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്, കാണാല്ലേ. ഇതിപോലെ തന്നെ എക്സ്ട്രാ വരുന്ന തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുക. അതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കുക. ഇപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ലൈനിങ്ങിനേക്കാളും കൂടുതൽ വരുന്ന വർക്ക് മെറ്റീരിയലൊക്കെ നമ്മളിത് അതുപോലെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം കേട്ടോ. വർക്ക് മെറ്റീരിയലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുക. ലൈനിങ് എത്രയാണോ അതിനനുസരിച്ച് മതി വർക്ക് മെറ്റീരിയൽ, കാരണം 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെയാണ് നമുക്കിതാ വർക്ക് മെറ്റീരിയൽ നമ്മളെ കട്ടിങ് ക്ലിയർ ആവാത്തതുകൊണ്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം അതുപോലെ ഓരോ ഭാഗം നമ്മൾ ആം റൗണ്ടിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പഫ് സ്ലീവ് ഇനി എന്ത് കൈ ആയിക്കോട്ടെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ആം റൗണ്ട് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക.
ഇപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ് കേട്ടോ. എന്തോ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ എന്നാലും അറിയാവുന്നവർക്ക് എളുപ്പമാണ്, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ട് തന്നെ ആവും. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം മാർക്കിങ് നോക്കുക. നമ്മൾ 7.25 ഇഞ്ചായിരുന്നു ചെസ്റ്റ് പോയിൻ്റ് ചെയ്തിരുന്നത്. അപ്പോൾ 14 ഇഞ്ച്, 7.25 14.5 ഇഞ്ച് നമ്മളിതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിലോ നമ്മളിതെല്ലാ ഭാഗവും 1.5 ഇഞ്ചിൽ ജസ്റ്റ് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. കാരണം 1.5 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതുപോലെ വയറിൻ്റെ ഭാഗം 6.5 ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 സൈഡും കൂടെ 13. അതുപോലെ താഴെ 16 ഇഞ്ചാണ്. കാരണം 16 ഇഞ്ച് കറക്റ്റ് കിട്ടില്ല. നമ്മൾ താഴെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചുളിവ് വരും. അത് നിവർത്തി പിടിക്കുമ്പോൾ 16 ഇഞ്ച് കറക്റ്റ് കിട്ടും കേട്ടോ. ഇതുപോലെ ഫുൾ പോയിൻ്റ് ചെയ്ത ശേഷം നമ്മൾ ഷേപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ നിവർത്തി വെക്കുമ്പോൾ നമുക്ക് 16 ഇഞ്ച് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ 15.5 ഇഞ്ചൊക്കെ കിട്ടുള്ളൂ. ഇനി അതിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇത് അതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കണം. ഇനി ഫുൾ ലെങ്ത്ത് നോക്കിക്കോളൂ. 18 ഇഞ്ചാണ് നമ്മൾ ഉണ്ടായിരുന്നത്. 16 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഇത് 17.4 ഇഞ്ച് വരെ ഉള്ളൂ. കാരണം ഷോൾഡർ ജോയിൻറ്റും ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് കമ്മി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ നമുക്ക് ചെരിച്ച് കട്ട് ചെയ്യണം കേട്ടോ. എപ്പോഴും അതൊന്ന് കയറ്റി കട്ട് ചെയ്യണം. അതെങ്ങനെയെന്നുള്ളത് കൈയൊക്കെ പിടിപ്പിച്ച ശേഷം നമുക്ക് നോക്കാം. ഇനി നമുക്ക് പഫ് കൈ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. എങ്ങനെയാണ് പഫ് കൈ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ ആ ഒരു കൈക്കുഴിൻ്റെ പോർഷന് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത ശേഷം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ബാക്കിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് ബാക്കിലോട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ 3 ഇഞ്ച് നമ്മളിത് അതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു അളവ് തന്നെ താഴെ പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 3 ഇഞ്ച് താഴോട്ടും ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ കൈയിലും 1.5 ഇഞ്ച് നമുക്ക് എന്താ വെച്ചാൽ ആവശ്യമില്ലാണ്ട് വരുന്ന തയ്യൽ തുമ്പാണ്. മറ്റേ 1.5 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഞൊറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കൈക്കുഴീൻ്റെ പോർഷനിൽ നിന്ന് തന്നെ ഞൊറി സ്റ്റാർട്ട് ചെയ്യില്ല, കുറച്ച് കയറ്റി വെച്ചിട്ടേ ഞൊറി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് നമ്മൾ ആ 3 ഇഞ്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നിവർത്തി വെച്ചിട്ട് ഞൊറിട്ട് കൊടുക്കാം. ഈ ഞൊറി ഇടുന്ന അളവ് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ കഴിയില്ല. കാരണം ഞൊറിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു അളവ് കിട്ടണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കുക. അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഞൊറിട്ട് കൊടുക്കുക. ഞൊറിട്ടിട്ട് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഞൊറി അഴിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ വേണ്ടി വരും കേട്ടോ. ഇതുപോലെ എനിക്കെന്തോ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഫുൾ ഞൊറിട്ട് കൊടുക്കുക. ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ ഞൊറിട്ട് കൊടുക്കല്. നമുക്ക് ഞൊറിടുമ്പോൾ അറിയാലോ, ഫസ്റ്റ് ഞൊറിട്ട് എങ്ങനെയാണോ ആ ഒരു ലെവലിൽ തന്നെ ഞാൻ അതുപോലെ ഞൊറിട്ട് ആ ഒരു 3 ഇഞ്ച് വരെ ഞൊറിട്ട് കൊടുക്കുക. അതിനുശേഷം മടക്കി കൊടുത്ത ശേഷം ആം റൗണ്ടിൻ്റെ പോർഷന് കറക്റ്റായിട്ട് ഏകദേശം വീതി കിട്ടുന്നുണ്ടോ നോക്കി നോക്കിയാൽ മതി. ഇതുപോലെ ഒരുപാട് കൂടുതൽ അവിടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക. ഇനി ഈ ലെവലിൽ ഇത് കട്ട് ചെയ്യണം, അത് ലാസ്റ്റ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഈ ഒരു വീതി കറക്റ്റാണ് നമുക്ക് ആം റൗണ്ടിൻ്റെ പോർഷന്. ഇനി താഴെ ഭാഗം കൂടി നമുക്ക് ഞൊറിട്ട് കൊടുക്കണം. കാണാമല്ലേ? ഇനി താഴെ ഭാഗം നമുക്ക് കറക്റ്റ് ആ 3 ഇഞ്ച് മാറ്റി വെച്ച ശേഷം അവിടുന്ന് അങ്ങോട്ട് ഞൊറിട്ട് കൊടുക്കുകയാണ്. കറക്റ്റ് ലെവലിൽ ഇതിൻ്റെ അളവ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറ്റി വെച്ചിട്ട് അതുപോലെ ഫുള്ളായിട്ട് ഞൊറിട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഇതുപോലെ ചെറിയ ഞൊറിയാണ് ഇട്ട് കൊടുക്കുന്നത്. പഫ് കൈ ഒരുപാട് ടൈപ്പ് ഉണ്ട്, ഒരുപാട് കട്ടിങ് മെത്തേഡ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. പഫ് പല ടൈപ്പ് ഉണ്ട്. അതിൽ എനിക്ക് എളുപ്പം തോന്നിയതും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നതുമായിട്ടുള്ളൊരു പഫാണ് ഞാൻ അവിടെ ചെയ്ത് കാണിക്കുന്നത്. കറക്റ്റ് ആ ഒരു 3 ഇഞ്ച് വരെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പഫ് കൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് സെൻറ്റർ മടക്കി കൊടുക്കണം കേട്ടോ. ഈ താഴെ ഭാഗം എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ കറക്റ്റ് മടക്കി കൊടുത്ത ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച പേപ്പർ എടുക്കുക, ഇതുപോലെ കറക്റ്റാക്കി വെക്കുക. അപ്പോൾ കാണാമല്ലേ എല്ലാ ഭാഗവും അളവ് കറക്റ്റാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഷേപ്പ്, ഈ ഒരു വളവ് കറക്റ്റായിട്ട് ആ പേപ്പർ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കാണാമല്ലേ കൈയിൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അത് നിവർത്തി വെക്കുക. അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ പ്ലെയിൻ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് സൈഡിലോട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതാ ബാലൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ശേഷം നല്ല സൈഡിലോട്ട് ഇട്ട ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക. കറക്റ്റ് മടക്കി കൊടുത്ത ശേഷം
ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ 2 മടക്ക്, ഒരു മടക്ക് ഇതുപോലെ വെച്ച ശേഷം രണ്ടാമത്തെ മടക്ക് നമുക്ക് ആ സ്റ്റിച്ചിങ് കാണാം. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത പോയിൻ്റ് കാണാം, അതിൻ്റെ ഒപ്പം വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ കാണാമല്ലേ നമ്മൾ ഫസ്റ്റ് പഫ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പഫ് കൈൻ്റെ നീളം നമുക്ക് ഇഷ്ടമല്ലാത്രയാണ് കേട്ടോ. കുഞ്ഞ് പഫാണെങ്കിൽ അങ്ങനെ ഇത് കുറച്ചൊക്കെ ഒരു ഇറങ്ങി കിടക്കണ ഇതുണ്ട്, 5 ഇഞ്ച് വരുന്നില്ലേ നീളം. ഇതേപോലെ തന്നെ മറ്റേ കൈ നമ്മളിതാ ആ ഒരു കട്ട് ചെയ്ത പോർഷനിൽ നിന്ന് നെറി സ്റ്റാർട്ട് ചെയ്യാണ്. മറ്റേ കൈ ചെയ്ത് അതേപോലെ തന്നെ നമ്മളിതും ഫുൾ നെറിയിട്ട് കൊടുക്കണം. അതുപോലെ ഫുള്ളായിട്ട് നെറിയിട്ട് കൊടുക്കുക. ഈ നെറി ഇടുന്നത് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ അഴിച്ചിട്ട് രണ്ടാം വരി പിന്നെയും ക്ലിയർ ചെയ്യാനുണ്ടാവും കേട്ടോ. ഇതുപോലെ തന്നെ 3 ഇഞ്ച് താഴെ പോർഷനിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെ ഭാഗത്തും കറക്റ്റായിട്ട് നെറിയിട്ട് കൊടുക്കുക. ഇതുപോലെ കറക്റ്റാക്കി നെറിയിട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരേ ലെവലിൽ തന്നെ നെറി വരണേ, വീതി കമ്മി വീതി കൂടുതലും വരാണ്ട് ഒരേ ലെവലിൽ നെറി വരാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ മറ്റേ കൈയും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത കൈയില്ലേ, ആ കൈ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റ് ഇത് വെച്ച് കൊടുത്തിട്ട് ആ കറക്റ്റ് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ 2 കൈയും ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ കൂടെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇതുപോലെ ബാക്ക് സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല സൈഡിലോട്ട് ഇതുപോലെ മടക്കി വെക്കുക. 2 മടക്കിട്ട് കൊടുക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ഒരു പോയിൻ്റ് കിട്ടും, അതിൻ്റെ ഒപ്പം മടക്ക് വരാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ വരാൻ പാടില്ല. കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ 2 പഫും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരുമിപ്പിച്ച് വെച്ചൊക്കെ കറക്റ്റാണോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം സെറ്റാണ്. ഇനി നമുക്കിത് ആ ഒരു ബ്ലൗസിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മുമ്പ് ആ ബ്ലൗസിൻ്റെ എന്താ പറയുക ആം റൗണ്ടും ഈ ഒരു കൈയിൻ്റെ ഇതും കറക്റ്റാണോ എന്നുള്ളത് നമ്മളിതുപോലെ വെച്ചിട്ട് കറക്റ്റാണോ ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ലേശം മാറ്റം വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നിവർത്തി വെക്കുക. കറക്റ്റാണ് ഉറപ്പാണെങ്കിൽ മാത്രമേ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കറക്റ്റായിട്ട്. ഇതുപോലെ ഇനി നിങ്ങൾക്ക് കൈ മുകളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ചിങ് കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് താഴെ വെച്ച് ശീലമായിപ്പോയി, അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു കൈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നിവർത്തിയിട്ട് നോക്കാം, കാണാല്ലേ. ഇതുപോലെ നമ്മുടെ കൈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡറിൻ്റെ വീതിയും ജസ്റ്റ് നോക്കി നോക്കിക്കോളൂ കേട്ടോ. 2.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും തടിയില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ചൊക്കെ മതിയാവും. ഇനി നമുക്ക് മറ്റേ കൈയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് വേറെ ടൈപ്പ് നോക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഡൗട്ടാണ് വീതി എത്തുമോ ഇല്ലെന്നുള്ളതൊക്കെ സംശയമാണ് എന്നുണ്ടെങ്കിൽ കൈ മടക്കി കൊടുക്കുക. ഇതുപോലെ ഡയറക്റ്റ് അടിക്കാതെ കൈ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ചിങ് തുടങ്ങുക. അതിനുശേഷം ഈ ഒരു സൈഡ് വരെ സ്റ്റിച്ച് ചെയ്ത ശേഷം തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡ് വരെ പോവാണ് കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് ഈ സൈഡ് വരെ. അതിനുശേഷം വീണ്ടും തിരിച്ച് സെൻറ്റർ വരെ പോരുമ്പോഴാണ് 2 സ്റ്റിച്ചായിട്ട് എത്തുള്ളൂ. ഇപ്പം നമ്മുടെ 2 കൈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ച ശേഷം നമുക്ക് ഷേപ്പ് ഇട്ട് കൊടുക്കാനാണ്. ഷേപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ കൈൻ്റെ വണ്ണം. ഒട്ടും തടിയില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് ആ വണ്ണത്തിൻ്റെ കൂടെ ഒരു അര ഇഞ്ചോ 1 ഇഞ്ചോ ആഡ് ചെയ്യുക. ഞാനിവിടെ 5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു 5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഫുള്ളായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്.
അതിനുശേഷം വീണ്ടും ഇതാ തിരിച്ചിട്ട് അതേ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ തിരിച്ച് പോരുക. എപ്പോഴും 2 സ്റ്റിച്ച് നമ്മൾ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രാ ഒരുപാട് തോന്നുന്നതും എക്സ്ട്രാ വരുന്നതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇതുപോലെ ഈ സൈഡ് നമ്മൾ 5 ഇഞ്ച് ഒന്ന് പോയിൻ്റ് ചെയ്യുക. അതിനുശേഷം അതുപോലെ ഫുൾ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ 2 സൈഡും ഷേപ്പ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഷേപ്പ് ചെയ്യൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സ്ട്രാ വരുന്നതിൽ കൂടുതലായിട്ട് തയ്യൽ തുമ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല സൈഡിലോട്ടൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. കാണാല്ലേ നല്ല ഭംഗിയില്ല, നല്ല ഷേപ്പിൽ നമുക്ക് ചെറിയൊരു ടോപ്പ് കിട്ടിയിട്ടുണ്ട്. പഫ് കയ്യിൽ തന്നെ ചെറിയൊരു ടോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അളവാണ് ജസ്റ്റ് നോക്കി നോക്കിക്കോട്ടോ. ചെസ്റ്റിൻ്റെ അളവ് ഇതുപോലെ 14 ഇഞ്ച് 13 ഇഞ്ച് 14.5 13 16 ഇഞ്ച്. ഇനി അടിഭാഗം മടക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ടൈപ്പ് ബ്ലൗസ് ആയിക്കോട്ടെ, ഇനി അത്ര തന്നെ കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഈ 2 സൈഡ് കൈക്കോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ഇത് വെച്ച് ഒപ്പം വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ കയറ്റി ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ഒരു ഇഞ്ചിൽ ഞാനൊന്ന് പോയിൻ്റ് ചെയ്ത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 2 സൈഡ് ഇട്ട് വരുമ്പോൾ തൂങ്ങും എന്ന് വെച്ചാൽ ഒരു ഭംഗിയില്ലാണ്ട് 2 സൈഡ് താഴോട്ട് ഇറങ്ങി കിടക്കണ പോലെ തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ഡ്രസ്സ് അടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കയറ്റി കട്ട് ചെയ്യണത് നല്ലതാണ് കേട്ടോ. അതിന് ശേഷം അതാ ഫുൾ പോർഷന് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ ഭാഗം ഞാനൊന്ന് അടിച്ചിരുന്നല്ലോ, അത് ഞാൻ തുന്നഴിച്ചിട്ടുണ്ട് കേട്ടോ. മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു പോർഷന് ഒന്ന് തുന്നഴിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മടക്കണ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊരിക്കലും വലിക്കരുത്. താഴത്തെ തുണി വലിച്ചാലും കുഴപ്പമില്ല, ആ മടക്കി കൊടുക്കണ പോർഷൻ വലിക്കരുത്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ടിൽ തന്നെ സ്റ്റിച്ചിങ് കിട്ടും. താഴെ പോർഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വലിച്ചെടുക്കാം. മുകളിൽ മടക്കി കൊടുക്കണ ഭാഗം ഒരിക്കലും വലിക്കരുത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിങ് കിട്ടില്ല. ഇതുപോലെ മടക്കി കൊടുക്കുക, ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ തുന്നി പൊടിച്ച് ഫസ്റ്റ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഇതുപോലെ ഇപ്പം നമ്മുടെ അടിഭാഗം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ തന്നെ അത് നിവർത്തി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാം, 2 സൈഡ് കയറ്റി കട്ട് ചെയ്യുമ്പോഴത്തെ. അതല്ലാന്നുണ്ടെങ്കിലോ അത് ഇട്ട് കഴിയുമ്പോൾ കയറിയിട്ടാവും ആ ഒരു പോർഷൻ കിടക്കുക, കാണാല്ലേ. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ എപ്പോഴും നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഈ സെൻറ്റർ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കുളത്താണെങ്കിൽ അങ്ങനെ ജിപ്പാണെങ്കിൽ അങ്ങനെ അത് കൊടുക്കാനുള്ളൊരു പോർഷനാണ്. അത് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതുപോലെ കട്ട് ചെയ്യാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സെൻറ്റർ ഭാഗം നമ്മൾ ചോക്കോട്ട് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ടിങ് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗം ജസ്റ്റ് ചോക്ക് കൊണ്ട് പോയിൻ്റ് ചെയ്യാം. അതിനുശേഷം തുന്നഴിച്ച ശേഷം കട്ട് ചെയ്യാം. നോക്കിക്കോട്ടോ, ഇതുപോലെ കാണാല്ലേ. അത് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ നൂലൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് മാറ്റിയ ശേഷം ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ കാണാല്ലേ ആ ഒരു ബാക്ക് സൈഡ് ഓപ്പണ് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് 1.5 ഇഞ്ചിൻ്റെ ആ ഒരു പീസ് ഈ സൈഡിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 1.5 ഇഞ്ചിൻ്റെ പീസ് എടുക്കുക, ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ബാലൻസ് വരുന്ന ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ ബാലൻസ് നമ്മളിത് അതുപോലെ ഉള്ളിലോട്ട് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇനി അത് നിവർത്തി വെച്ച ശേഷം നമ്മളിപ്പോൾ വെച്ച 1.5 ഇഞ്ചിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ അതുമ്പോൾ വേണം നമ്മൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ, മുകളിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഒന്ന് മടക്കി കൊടുക്കുക.
ഇതുപോലെ ഒരു മടക്ക്, വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കുളത്ത് വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു വീതി മതി, ഒരുപാട് വീതിയായിട്ട് വേണ്ട. ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ കുളത്തിൻ്റെ പോർഷൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് കാണാമല്ലേ, ഇനി മറ്റേ സൈഡാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അത് കുളത്തിട്ട് കൊടുക്കാനാണ് കേട്ടോ. ആ 3.5 ഇഞ്ചിൻ്റെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ്. ബാക്ക് സൈഡിലോട്ടാണ് നമ്മൾ വർക്ക് മെറ്റീരിയൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ബാക്ക് സൈഡിലോട്ട് ലൈനിങ്ങിൻ്റെ ഒപ്പാണ് നമ്മൾ വർക്ക് മെറ്റീരിയലിൻ്റെ നല്ല പോർഷൻ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ല സൈഡിലോട്ട് ഒന്ന് മടക്കി കൊടുത്ത ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. മറ്റേത് ബാക്ക് സൈഡിലോട്ടാണ് മടക്കിയിട്ട് കൊടുത്തിരുന്നത്. ഇത് നല്ല സൈഡിലോട്ട് മടക്കി വെക്കുക. അതിനുശേഷം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നിവർത്തി വെച്ച് നോക്കാം കേട്ടോ. ഇതുപോലെ നിവർത്തി വെക്കുക. ഇപ്പോൾ കാണാമല്ലേ, ബാക്ക് സൈഡിലോട്ട് വർക്ക് മെറ്റീരിയലിൻ്റെ നല്ല ഭാഗത്തോട്ട് മറ്റേ ആ ഒരു 3.5 ഇഞ്ചിൻ്റെ പീസിൻ്റെ ബാക്ക് സൈഡാണ്. ഇനി അത് നമ്മൾ മടക്കിയിട്ട് നമുക്ക് ആ കുളത്തിടാനൊരു വി കട്ട് കൊടുക്കാറുണ്ട്. അത് നമ്മൾ 5 കുളത്താണെങ്കിൽ 5 കുളത്തിനുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യുക. 6 കുളത്താണെങ്കിൽ 6 കുളത്തിനുള്ള പോയിൻ്റ് ചെയ്യുക. എത്രയാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ ഒരു ഏകദേശം കണക്ക് അവിടെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ 2 കുളത്തിൻ്റെ പോർഷൻ അടുത്ത് വരും, ചിലത് ഒരുപാട് ദൂരത്തായിട്ട് വരും. അങ്ങനെ വരണ്ട. കറക്റ്റായിട്ട് എത്രയാണോ നിങ്ങൾക്ക് കുളത്ത് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ അത് പോയിൻ്റ് കൊടുത്ത ശേഷം ഫുൾ ഭാഗം ഇതുപോലെ ഒരു വി കട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് ഇതുപോലെ ഓരോ ഭാഗം ഫുള്ളായിട്ട് വി കട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഡൗട്ട്സ് ഉള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക. അപ്പോൾ ഇപ്പം ചെയ്യുന്ന ഡ്രസ്സുകളിൽ ഏതെങ്കിലും ഭാഗം വി കട്ട് ഇടുന്നതാണെങ്കിലും ആ ഒരു ഭാഗം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. ഒരു പോർഷൻ മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കാണിക്കും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ, എന്തെങ്കിലും അളവിൻ്റെ കാര്യങ്ങളൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക കേട്ടോ. എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാനിവിടെ ഒരു 8 കുളത്തിനുള്ളത് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ അകന്ന് കിടക്കും, ഒരു വിടവ് വരും അവിടെ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുളത്ത് വെക്കാനുള്ളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി 4 എണ്ണമാണ്, അതല്ല 5 എണ്ണമാണ്, 6 എണ്ണമാണ്, എത്ര എണ്ണമാണോ അത് നമ്മൾ പോയിൻ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ഉക്കിടാല് പോർഷൻ കൊടുക്കാൻ. ഞാൻ അത്യാവശ്യം 7 8 കൊടുത്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും 5 എണ്ണേ കൊടുക്കാറുള്ളൂ കേട്ടോ. അതിനുശേഷം ഈ 2 ഭാഗം കറക്റ്റാണോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. 8 വയസ്സിലെ കുട്ടിക്ക് ഈ ഡമ്മിമക്ക് സെറ്റായി എന്നുള്ളത് നോക്കണ്ട. എൻ്റെ ഡമ്മി തീരെ സൈസില്ല. ഡമ്മിൻ്റെ വയറാകെ 20 21 ഉള്ളൂ. ഞങ്ങളെ കുട്ടിയുടെ വയർ 23 വരുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ മെസ്സേജ് വഴി എന്തായാലും അറിയിക്കണേ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യും. ഓക്കേ.